കർണാടകയിൽ തെരഞ്ഞെടുപ്പ് വേളയിൽ ഒരു മണ്ഡലത്തിൽ ഇലക്ഷൻ കമ്മീഷൻ വലിയ അട്ടിമറികൾ നടത്തിയിട്ടുണ്ട് എന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന കോൺഗ്രസ് അനുകൂല മാധ്യമങ്ങൾ അതീവ പ്രാധാന്യത്തോടെയാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. കർണാടകയിലെ ബാംഗ്ലൂർ സെൻട്രലിലുള്ള മഹാദേവപുര എന്ന സ്ഥലത്ത് 1,00,000-ലധികം വോട്ടുകൾ വ്യാജമായി വോട്ടേഴ്സ് ലിസ്റ്റിൽ വന്നു എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ വോട്ടേഴ്സ് ലിസ്റ്റ് 2 തവണ പ്രസിദ്ധീകരിക്കുന്നുണ്ടാവാം. അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് സൗജന്യമായി ലഭിക്കുകയും ചെയ്യും. ആദ്യം പ്രസിദ്ധീകരിക്കുന്ന കരട് വോട്ടർ പട്ടിക പഠിക്കുകയും രാഷ്ട്രീയക്കാരന് അതിൽ തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കുവാൻ സാധിക്കുകയും ചെയ്യും. അന്തിമ വോട്ടർ പട്ടികയിലും ഇത്തരത്തിലുള്ള ഗുരുതരമായ പിഴവുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ കോൺഗ്രസ് എന്ന ദേശീയ പാർട്ടിക്ക് തീർച്ചയായും ഇത് അന്ന് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. അതിനെല്ലാം ഉപരി അങ്ങനെ ഒരു സംഭവം നടന്നതിന്റെ പിൻബലത്തിൽ ബിജെപിയുടെ സ്ഥാനാർത്ഥി ജയിച്ചു വരുമ്പോഴെങ്കിലും ഈ പിഴവ് അവർക്ക് ഇലക്ഷൻ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്താമായിരുന്നു. ശക്തമായ സംഘടനാ സംവിധാനമുള്ള കോൺഗ്രസ് ഇക്കാര്യം കരട് പട്ടികയിലും അന്തിമ വോട്ടർ പട്ടികയിലും കണ്ടുപിടിക്കുവാൻ സാധിച്ചില്ല എന്ന് പറയുന്നത് തന്നെ വിരോധാഭാസമാണ്. 2024 കർണാടക കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാഹുലിന്റെ ഈ ആരോപണത്തിനെതിരെ ഇലക്ഷൻ കമ്മീഷൻ സത്യവാങ്മൂലം ചോദിച്ചിരിക്കുന്നത്. രാഹുൽ അത് എഴുതി നൽകിയില്ലെങ്കിൽ അദ്ദേഹം സ്വന്തം പ്രസ്താവനയിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മറിച്ച് അത് നൽകുകയാണെങ്കിൽ അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും തെളിയിക്കുവാൻ ബാധ്യസ്ഥനാകും. ഇലക്ഷൻ കമ്മീഷൻ ബിജെപിയുമായി ചേർന്ന് ഇലക്ഷൻ അട്ടിമറിച്ചു എന്നുള്ള വളരെ ഗുരുതരമായ ആരോപണം രാഹുൽ ഗാന്ധി തെളിയിച്ചില്ലെങ്കിൽ അദ്ദേഹം നിയമ നടപടികളും നേരിടേണ്ടി വരും. ആരോ എഴുതി കൊടുത്ത ആരോപണം പരിശോധിക്കുക പോലും ചെയ്യാതെ പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ പടങ്ങൾ കാണിച്ച് വാർത്താ പ്രാധാന്യം നേടുവാൻ വേണ്ടി മാത്രം അദ്ദേഹം നടത്തിയ സമ്മേളനത്തിൽ വലിയ ആറ്റം ബോംബുകൾ പൊട്ടിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ അഫിഡവിറ്റ് അണ്ടർ ഓത്ത് നൽകണമെന്ന ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശത്തെ രാഹുൽ ഞാൻ പാർലമെന്റിൽ വോട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ള തർക്കുത്തരം കൊണ്ടാണ് നേരിട്ടത്. രാഹുൽ ഗാന്ധിക്ക് പറഞ്ഞതിൽ അഭിമാനം തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇലക്ഷൻ കമ്മീഷന് വസ്തുനിഷ്ഠമായ തെളിവുകൾ എഴുതി നൽകുവാൻ തയ്യാറാകണം. ഇതിനു മുമ്പും അദ്ദേഹം ഇത്തരം വിവാദങ്ങൾ ഉയർത്തിയിരുന്നു. ആരോപണങ്ങൾ ഉന്നയിക്കുകയും വിവാദങ്ങൾ ഉയർത്തി കടന്നു പോവുകയും ചെയ്യുന്നത് നിരന്തരമായി രാജ്യത്ത് അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കുവാനുള്ള രാഹുലിന്റെ ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണ്. കഴിഞ്ഞ 6 തവണയും ഇത് തന്നെയായിരുന്നു രാഹുലിന്റെ നിലപാടുകൾ. സബ് ചോറോങ്ക സർനെയും മോദി ക്യോം ഹോത്താ ഹെ എന്ന രാഹുലിന്റെ ചോദ്യത്തിന് കോടതി നടപടികൾ നേരിടേണ്ടി വന്നു. എല്ലാ കള്ളന്മാരുടെയും സർനെയും എന്തുകൊണ്ടാണ് മോദി ആവുന്നത് എന്ന നിലവാരം കുറഞ്ഞ പ്രസ്താവന നടത്തിയ രാഹുൽ എന്ന പ്രതിപക്ഷ നേതാവിന്റെ രാഷ്ട്രീയ പാപ്പരത്വം രാജ്യം കണ്ടതാണ്. രാജ്യത്തിന്റെ സംരക്ഷകനായ ചൌക്കീദാർ ആണ് ഞാൻ എന്ന് മോദി പറഞ്ഞപ്പോൾ ചൌക്കീദാർ ചോർ ഹെ എന്ന് വിളിച്ച് പ്രധാനമന്ത്രിയെ അപമാനിച്ച രാഹുലും അമ്മ സോണിയയും പിന്നീട് നാഷണൽ ഹെറാൾഡ് കേസ് ഓഹരി തട്ടിപ്പ് കേസിൽ പ്രതിയായതും വിരോധാഭാസമാണ്. RSS ആണ് മഹാത്മാഗാന്ധിയെ കൊന്നത് എന്ന രാഹുലിന്റെ പരസ്യ പ്രസ്താവനയ്ക്കെതിരെ കോടതിയിൽ മാപ്പ് പറയേണ്ടി വന്ന രാഹുൽ പിന്നീടും ഉണ്ടയില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നു. ഫ്രാൻസിൽ നിന്നും വാങ്ങിയ യുദ്ധവിമാനമായ റഫേലിന്റെ കരാറിൽ വൻ അഴിമതിയുണ്ട് എന്ന് ആരോപിച്ച രാഹുലിന് പൊതുജന മധ്യത്തിലോ കോടതിയിലോ അഴിമതി എന്താണെന്ന് തെളിയിക്കുവാൻ കഴിയാതെ തല കുനിക്കേണ്ടി വന്നതും അടുത്ത കാലത്താണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ചൈന ഇന്ത്യയുടെ 2000 സ്ക്വയർ കിലോമീറ്റർ കയ്യേറി എന്ന രാഹുലിന്റെ ആരോപണം തെളിവുകൾ നിരത്തി സ്ഥാപിക്കുവാൻ സുപ്രീം കോടതി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത്. പക്ഷേ അതിനും രാഹുലിന് മറുപടി ഉണ്ടായിരുന്നില്ല. കർഷക ബില്ലിനെതിരെ നടത്തിയ സമരത്തിൽ പങ്കെടുത്ത തന്നെ അരുൺ ജെയ്റ്റ്ലി ഭീഷണിപ്പെടുത്തിയെന്ന രാഹുലിന്റെ ആരോപണം സാമാന്യ ജനങ്ങളിൽ ഞെട്ടലുണ്ടാക്കി. ജെയ്റ്റ്ലി മരിച്ച ശേഷമാണ് ഇങ്ങനെയൊരു സംഭവം നടന്നതെന്നും മരിച്ചയാൾ എങ്ങനെയാണ് രാഹുലിനെ മരണശേഷം ഭീഷണിപ്പെടുത്തുന്നത് എന്ന ചോദ്യവും ജനങ്ങളാണ് ഉന്നയിച്ചത്. ആരോപണം ഉന്നയിച്ച് കടന്നുപോകുന്ന രാഹുൽ ഗാന്ധി ഇതൊക്കെ തെളിയിക്കുവാൻ ആവശ്യപ്പെടുമ്പോഴെല്ലാം മറുചോദ്യം ചോദിച്ച് പിടിച്ചു നിൽക്കുകയോ ഇല്ലെങ്കിൽ മാപ്പ് പറഞ്ഞ് തടിയൂരി പോവുകയോ ചെയ്യുകയായിരുന്നു പതിവ്. വോട്ടർ പട്ടിക ഇലക്ഷൻ കമ്മീഷൻ അറിഞ്ഞുകൊണ്ട് തിരുത്തി എന്ന ആരോപണം ഉന്നയിച്ച രാഹുൽ ഗാന്ധിയോട് സത്യവാങ്മൂലം നൽകുവാൻ നിർദ്ദേശിച്ച ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനത്തിൽ അദ്ദേഹം കുടുങ്ങുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. നിരന്തരമായി ആരോപണങ്ങൾ മാത്രം ഉന്നയിക്കുന്ന രാഹുൽ ഗാന്ധി
പലപ്പോഴും മുന്നണിയിൽ ഒറ്റപ്പെട്ടു പോവുകയും മറ്റു കക്ഷികളുടെ പിന്തുണ ഇല്ലാതെയാവുകയും ചെയ്യുന്ന കാഴ്ച അതിദയനീയമാണ്. ബീഹാറിൽ ഇലക്ഷൻ കമ്മീഷൻ ക്രമക്കേടുകൾ മാറ്റുവാൻ ശ്രമിക്കുമ്പോൾ അതിനെയും വിമർശിക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ ഇരട്ടമുഖം വീണ്ടും വീണ്ടും വികൃതമായി കൊണ്ടിരിക്കുന്നു.